എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സുഭാഷിനെ അപമാനിച്ച് വിടാനുള്ളതൊക്കെ സുഭാഷിൻ്റെ അമ്മായി ചെയ്യുന്നുണ്ട്. സുഭാഷിനോട് ചോദിക്കുവാണ്, നീ ആയിരുന്നല്ലോ സാധാരണ കാപ്പ് കുടിച്ചുകൊണ്ട് നടന്നിരുന്നത്, ഇനി അത് നിർത്തുവോ? അല്ല, അത് തുടർന്നുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം നിനക്കൊന്നും പെണ്ണ് തരാൻ ആരും തയ്യാറാകില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും നിൻ്റെ അനിയൻ കാണിച്ചതുപോലെ നിൻ്റെ കൂടെ ആരെങ്കിലും വന്നാൽ തന്നെ പിറ്റേ ദിവസം ഇവിടുന്ന് ഇട്ടിട്ട് ഓടിക്കോളും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ്. അന്നേരം ഇത് കേട്ടോണ്ട് നിൽക്കുന്ന നികേഷിന് ദേഷ്യം വന്നിട്ട്, ഇങ്ങ് വാ സുഭാഷ് ഏട്ടാ, ഞാൻ പറഞ്ഞതാ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. അവരങ്ങ് പോയി കഴിയുമ്പം ഇത് കേട്ടോണ്ട് നിൽക്കുന്ന സുനന്ദയ്ക്ക് തീരെ ഇതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, അമ്മ എന്ത് പണിയായി കാണിക്കുന്നത്? വാ തുറന്നിട്ടുണ്ടെങ്കിൽ വിഷമയമ്മോ പുറത്തേക്ക് വരുള്ളൂ എന്ന് പറയുമ്പോൾ, നീ എന്നെ നന്നാക്കാൻ നോക്കുന്നോടി എന്ന് പറഞ്ഞ് തലക്കെട്ട് ഒരു കൊട്ടും കൊടുത്തിട്ട് കയറി പോടി എന്ന് പറയുവാണ്. ദേഷ്യപ്പെട്ട് സുനന്ദ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഏതായാലും അവിടുന്ന് സുഭാഷ് ഇങ്ങ് എത്തുമ്പോഴേക്കും പന്തൽ പണിക്കുള്ള ആൾക്കാരൊക്കെ വരും. അപ്പോൾ എവിടെയാണ് സ്റ്റേജ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് പന്തലിടേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇക്ക വന്നിട്ടുണ്ട്. ഇക്കയോട് നല്ല രീതിയിൽ ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ അതിൽ സുഭാഷ് പേടിക്കുകയൊന്നും വേണ്ട, നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിരിക്കുമെന്ന് പറയും. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം സുഭാഷ് കയറി വരുമ്പം അങ്ങോട്ടേക്ക് ഹരീഷ് വരുന്നുണ്ട്. എന്നിട്ട് ഹരീഷ് കയ്യിലുള്ള കുറച്ച് പൈസ കൊടുക്കുക. അന്നേരം വേണ്ടടാ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പം, സുഭാഷേൻ്റെ ബാങ്കിൽ കിടക്കുന്ന പൈസ എടുത്തൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്, കടം മേടിച്ചില്ലേ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കുന്നതേ ഉള്ളൂ, ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ഹരീഷ് ഒരു കാര്യത്തോട് പറയുന്നുണ്ട്, ഇതൊക്കെ ചെയ്താലും സുധീഷേട്ടൻ ഇതൊന്നും തിരിച്ചു തരികയില്ല, അതുകൊണ്ട് അതൊന്നും മനസ്സിൽ വെക്കുകയേ വേണ്ട എന്ന് പറയുമ്പോൾ, അവൻ തിരിച്ചു തരാൻ വേണ്ടി അല്ലല്ലോടെ നമ്മളിതൊക്കെ ചെയ്യുന്നത്, നമ്മുടെ വീട്ടിൽ ഒരാഘോഷം നടക്കുമ്പോൾ നമ്മളെല്ലാവരും സഹകരിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കും, പക്ഷേ സുധീഷ് അങ്ങനെയൊന്നും ചെയ്യുകയില്ല, അതൊന്നും ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ എന്ന് പറയും. ഏതായാലും അത്രയും കാര്യങ്ങളൊക്കെ പന്തലായി, ഭക്ഷണമായി, ആൾക്കാരെ വിളിച്ചു, എല്ലാം സെറ്റായി എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നികേഷ് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാ കാര്യവും ശരിയായി, പക്ഷെ ഒരു കാര്യം മാത്രം നമ്മൾ മറന്നുപോയി എന്ന് പറയും. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ചെറുക്കനും പെണ്ണിനുമുള്ള ഡ്രസ്സ് എടുത്തിട്ടില്ല. അന്നേരമാണ് അതിനെപ്പറ്റി അവർ ആലോചിക്കുന്നത്. പക്ഷേ ഇവർക്കാർക്കും പെൺപിള്ളേരെ ഡ്രസ്സ് എടുക്കാൻ അറിയത്തില്ല, അതെങ്ങനെ എടുക്കും എന്ന് ചോദിക്കുമ്പം നികേഷ് പറയുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ ചേച്ചിമാരുണ്ട്, അവരോട് പറഞ്ഞാൽ അവരെടുത്ത് തരും, അതുകൊണ്ട് എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നികേഷിനും ഒരു പാൻറ്റും ഷർട്ടും വേണമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഹരീഷ് കളിയാക്കുന്നുണ്ട്, എടാ ഇതിൻ്റെ ഇടയ്ക്കൂടെ നിനക്കൂടെ ഒരു ഡ്രസ്സ് വേണം, അതിനല്ലേ നീ ഇതിൻ്റെ അകത്ത് ഉത്സാഹം കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അതും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, അവന് മാത്രം ആക്കണ്ട, നീ ഒരു ജോഡി എടുത്തോന്ന്. അന്നേരം എനിക്കും എടുക്കുന്നുണ്ടെങ്കിൽ ഏട്ടനും എടുക്കണമെന്ന് പറയുമ്പോൾ സുഭാഷ് പറയും, എനിക്ക് അങ്ങനെ വേണ്ട, എനിക്ക് ഓണത്തിനെടുത്ത ഡ്രസ്സ് ഇരിപ്പുണ്ടെന്ന് പറയുമ്പം ഹരീഷ് പറയുന്നുണ്ട്, അത് ഒരുപാട് എടുത്ത് പെണ്ണ് കാണാനൊക്കെ ഇട്ടുകൊണ്ട് പോയതാ, ഓർമ്മ ഏട്ടനും എടുക്കണമെന്ന് പറയും. എന്നാൽ എന്തെങ്കിലും ചെയ്യേ എന്ന് പറഞ്ഞ് സുഭാഷ് പൈസ കൊടുക്കുന്നു. നികേഷും ഹരീഷൂടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുക. ഈ സമയം സുധീഷും നിധിയും കൂടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം സാറേ, ഞാൻ തന്നെ വന്നാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താടാ ആ പെങ്കൊച്ച് നിന്നെ ഇട്ടിട്ട് പോയോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല കൂടെ ഉണ്ട് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടുള്ള വഴിയൊന്നും നിനക്ക് തെറ്റിപ്പോകത്തില്ലല്ലോ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാൻ നോക്കുക എന്ന് പറയും. അന്നേരം വന്നോളാം എന്ന് പറയും. അത് കഴിഞ്ഞ് ഫോൺ വെച്ച് കഴിയുമ്പോൾ നിധി ചോദിക്കും, ആരാ വിളിച്ചത് എന്ന് ചോദിക്കും. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത് എന്ന് പറയുമ്പം, അതെന്തിനാണ് അവർ നമ്മളെ വിളിക്കുന്നത് എന്ന് ചോദിക്കും. അതല്ല, തന്നെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാന്ന് പറയുമ്പം, അതെന്തിനാ നിങ്ങൾ എന്നെ നന്നായിട്ട് നോക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നെങ്കിലും പറയുക നിധി. അന്ന് നമ്മൾ കാണിച്ചത് ഒരു ഡ്രാമയല്ലായിരുന്നോ, യഥാർത്ഥ വിവാഹമൊന്നും അല്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ താൻ എന്നെ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിധി. അന്നേരം അത് എനിക്ക് അറിയത്തില്ല, ഏതായാലും ചെല്ലാൻ പറഞ്ഞു, നമുക്ക് അവിടെ ചെന്ന് ചോദിക്കാം ഇതൊക്കെ എന്ന് പറയുന്നുണ്ട്. ആകെ ടെൻഷൻ ആകുന്നുണ്ട് കേട്ടോ സുധീഷിന്. അപ്പോഴത്തേക്കും ഇവിടെ ഹരീഷും നികേഷും കൂടെ പോയി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സാരിയൊക്കെ സുഭാഷിനെ എടുത്ത് കാണിക്കും. അത് കഴിഞ്ഞ് പറയുവാണ്, സാരി മാത്രമേ ഉള്ളൂ, ബ്ലൗസ് ഇല്ലയെന്ന്. അപ്പോൾ ഇനി ബ്ലൗസിന് നമ്മളിനി എന്നാ ചെയ്യൂടാ എന്ന് ചോദിച്ചാൽ 3 പേരുടെ ടെൻഷനായിട്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സുനന്ദ വരുന്നത്. അന്നേരം ദേ വരുന്നു അതിനുള്ള ആൾ എന്ന് പറഞ്ഞിട്ട് നികേഷ് ചോദിക്കും, ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യാമോ എന്ന്. എന്നിട്ട് പറയുവാണ്, ഇങ്ങനെ സാരി മേടിച്ചു, ബ്ലൗസ് ഇല്ല, എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം സുനന്ദ പറയുന്നുണ്ട്, ബ്ലൗസിന് അളവ് ബ്ലൗസ് വേണം, അല്ലാതെ തയ്ച്ചെടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഭർത്താവോ കാമുകനോ എന്തെങ്കിലും ചെയ്താൽ പോലും പെൺകുട്ടികൾ ക്ഷമിക്കും, പക്ഷേ ബ്ലൗസ് ശരിയായില്ലെങ്കിൽ അതാകെ പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കും കേട്ടോ എല്ലാവരും. അന്നേരം സുനന്ദ ചോദിക്കുന്നുണ്ട്, അളവ് ബ്ലൗസായിട്ട് എന്തെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോയെന്ന്. അന്നേരം ഇല്ല, ബാഗ് കൊണ്ടാണ് പോയത് എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ ആഴയിൽ നമ്മുടെ നിധി കഴുകിയിട്ടിരിക്കുന്ന ഒരു സാരിയും ബ്ലൗസും, വന്നപ്പോൾ ഉടുത്തിരുന്ന സാരിയും ബ്ലൗസും ഇല്ലേ, അത് കാണുന്നത്. അന്നേരം എന്താ ബ്ലൗസ് ആ കുട്ടിയുടെ അല്ലേ, അത് മതി, ഞാൻ അതെടുത്തുകൊണ്ട് പോയി അളവ് ബ്ലൗസായിട്ട് കൊടുത്ത് തയ്പ്പിച്ചുകൊണ്ട് വരാം വൈകിട്ട്, പക്ഷേ എനിക്ക് എന്ത് തരും എന്ന് ചോദിക്കുകയാണ് സുനന്ദ. അന്നേരം നികേഷ് പറയുന്നുണ്ട്, ഒരു ബിരിയാണി കൂടുതൽ തരാമെന്ന്, അത് നീ അങ്ങ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ചെറിയ പരിഭവത്തോടെ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് സുനന്ദ. അന്നേരം അവർക്ക് ചെറിയൊരു ആശ്വാസം ആകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവരെല്ലാം പോയി കഴിയുമ്പം ഹരീഷ് സുഭാഷ്
സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്, ആദ്യമേ സുധീഷ് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു, സുഭാഷ് ചേട്ടൻ്റെ വിവാഹമൊന്നും ആയിട്ടുമില്ല, അതുകൊണ്ട് വിഷമമുണ്ടോയെന്ന്. എടാ എനിക്ക് അങ്ങനെയൊന്നുമില്ല, എൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് നടക്കട്ടെ, ഇനി അതിനെപ്പറ്റി നീ ചിന്തിക്കുകയൊന്നും വേണ്ട, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ഹരീഷിനെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട് കേട്ടോ സുഭാഷും ഹരീഷും നികേഷും ഇവർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമൊക്കെയാണ്. ഇത്തിരി മാറി നിൽക്കുന്നത് സുധീഷോളെന്ന് തോന്നുന്നു, അവൻ്റെ കാര്യത്തിലോടാണെന്ന് തോന്നുന്നു കൂടുതൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ സുധീഷ് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി ഡീസൽ അടിക്കാൻ വേണ്ടി ഒരു പെട്രോൾ പമ്പിൽ കയറ്റും. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കൈ പൈസ ഇല്ല, 1500 രൂപയ്ക്ക് അടിച്ചോളാനും പറഞ്ഞ്, എന്നിട്ട് പൈസ ഇല്ലെന്ന് എങ്ങനെയാണ് നിധിയുടെ മുമ്പിൽ നിന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മാറി നിന്ന് സുഭാഷിനെ ഫോൺ വിളിക്കും. എന്നിട്ട് എനിക്ക് ഇത്തിരി പൈസ ഇട്ട് തരാമോ എന്ന് ചോദിക്കും. എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 1500 എന്ന് പറയും. അത് കഴിഞ്ഞ് എടുത്തു പറയാം, അല്ല 1500 അല്ല, ഒരു 2500 തരാമോ എന്ന് ചോദിക്കും. എന്തിനാണ് എന്ന് പോലും ചോദിക്കാതെ സുഭാഷ് ഞാൻ ഇട്ടേക്കാം, നീയും അവളോട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നം കേട്ടോ എന്നൊക്കെ പറയും. എത്തിയേക്കാമെന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് പെട്രോൾ പമ്പിൽ പൈസയൊക്കെ അടയ്ക്കും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോരും കേട്ടോ. അന്നേരം പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്ന്. അന്നേരം ഈ ഫോം വിളിച്ച് ചോദിച്ചതൊക്കെ നിധി കേട്ടായിരുന്നു. അപ്പം നിധി കൈ പൈസ ഇല്ല അല്ലേ എന്ന് ചോദിക്കുക. അന്നേരം കുഴപ്പമൊന്നുമില്ല, ഞാൻ ATM കാർഡ് എടുക്കാൻ മറന്നു പോയത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് തടി ഊരുന്നുണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുന്നു. അന്നേരം എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിക്കും വെയിറ്റർ വന്ന്. അന്നേരം അവിടെ ചിക്കൻ ബിരിയാണി, ചിക്കൻ 65 അങ്ങനെ വലിയ വലിയ ഐറ്റംസൊക്കെയാണ് ഉള്ളത്. അന്നേരം ഇവൻ്റെ കയ്യിൽ ആകെ ഇനി മിച്ചം 1000 രൂപയുള്ളേ, അതിൻ്റെ അകത്ത് നിൽക്കണ്ടേ. അന്നേരം ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ നിധി ചാടി പറയും നിധിക്ക് ബിരിയാണി വേണമെന്ന്. അന്നേരം എനിക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ടാണ് ഈ പൈസയും കൂടെ കൂട്ടി ഞാൻ നാളെ തന്നേക്കാന്നൂടെ പറയുവാണ് നിധിയെ. അപ്പോൾ പിന്നെ നിധിയുടെ കൂടെ ഒന്ന് ബിരിയാണിയല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഓർമ്മ എടുത്തേരെ എന്ന് പറയും. എന്നിട്ട് സുധീഷ് നിധിയോട് പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ തരാമെന്ന് പറയണ്ട, അത് കേൾക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായെന്ന് പറയും. അന്നേരം നിധി പറയുന്നുണ്ട്, കയ്യിൽ പൈസ ഇല്ലാതെ ആരോടോ പൈസ ചോദിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു, അതുകൊണ്ടായെന്ന് പറയുമ്പം സുധീഷ് ഇങ്ങനെ മനസ്സിലോർക്കും, ഈശ്വര അതുപോലും കേട്ടായിരുന്നോ, ഈ പെൺപിള്ളേർ ഇത്രയും ഷാർപ്പാണോ എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, ഞാൻ പൈസ വേറെ ആരോടും അല്ല ചോദിച്ചത്, എൻ്റെ ഏട്ടനോട് തന്നെയാണ്. അന്നേരം നിധി ചോദിക്കും, നിങ്ങളുടെ ഏട്ടൻ ഒരു പാവമല്ലേന്ന്. അന്നേരം കുഴപ്പമില്ല, പാവമാണ്, പിന്നെ ഞങ്ങളുടെ വീടിനെ പറ്റി എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല, അവിടെ ഞങ്ങൾ പോയി കിടക്കുന്നു എന്നല്ലാതെ ഒരു വീടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, അമ്മയില്ലാത്ത വീട് ഒരു വീടാവില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നിധി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയല്ലായിരുന്നു, എൻ്റെ വീട്ടിൽ എനിക്കെല്ലാം ഉണ്ടായിരുന്നു, അവർക്കെല്ലാം എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു, പക്ഷേ അവർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴേ ആ ഇഷ്ടമെല്ലാം പോയി എന്ന് പറയും. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, ഇപ്പോൾ ഉള്ള എല്ലാവരും അങ്ങനെയാണ്, പണ്ടായിരുന്നു അൺകണ്ടീഷണൽ ലവ്, ഇപ്പോൾ എല്ലാം കണ്ടീഷൻ അനുസരിച്ചാണ് എന്ന് പറയുമ്പോൾ ഇയാൾ പക്ഷേ അങ്ങനെ അല്ലല്ലോ എന്ന് നിധി ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട്. പ്രമോയിൽ സുനന്ദയുടെ ഇഷ്ടം സുഭാഷിനോട് തുറന്നു പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഭാഷ് ചേട്ടനെ, പക്ഷേ ഈ വീട്ടിലുള്ള എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന പോലെയുള്ളൊരു ഇഷ്ടമല്ലാട്ടോ എനിക്ക് സുഭാഷ് ചേട്ടനോട് എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് അതൊക്കെ കേട്ടിങ്ങനെ കണ്ണും വെച്ച് നിൽപ്പുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ.